ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വീഡിയോ ആയിട്ടാണ്. വേറൊന്നുമല്ല, കുറച്ച് പേര് സ്ഥലം എവിടെയാണ്, വീട്ടിൽ ആരൊക്കെയുണ്ട്, ലക്കി കുട്ടന് എത്ര വയസ്സായി എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറയാനായിട്ടാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ എടുത്തത്. എൻ്റെ വീട് വരുന്നത് ട്രിവാൻഡ്രമാണ്. ഹസ്ബൻഡിൻ്റെ വീടും ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അമ്മ, അച്ഛൻ, അനിയൻ്റെ ഭാര്യ, പിന്നെ ഞാനും ലക്കി കുട്ടനുമാണ് ഉള്ളത്. ഒരു അമ്മുമ്മ ഉണ്ടായിരുന്നു, ഏട്ടൻ്റെ അമ്മുമ്മ ഉണ്ടായിരുന്നു. അമ്മുമ്മ മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷം ആവുന്നു. ഞാൻ വന്നതിന് ശേഷം തന്നെയാണ്, ഇപ്പോൾ 1 വർഷം ആവുന്നതേ ഉള്ളൂ അമ്മുമ്മ മരിച്ചിട്ട്. പിന്നെ എൻ്റെ വീടും ട്രിവാൻഡ്രം തന്നെയാണ്. വീട്ടിൽ അമ്മ, അമ്മുമ്മ, അപ്പൂപ്പൻ, ചേട്ടൻ്റെ ഭാര്യ, പിന്നെ നമ്മളുടെ ഇമ്മക്കുട്ടി, ചേട്ടൻ്റെ മോളാണ് ഇമ്മക്കുട്ടി. മോക്കിപ്പോൾ 5 വയസ്സായി. ഇവിടെ ലക്കി കുട്ടന് അടുത്ത മാസം ഒക്ടോബർ 20 ആവുമ്പോൾ 2 വയസ്സാവുന്നു. ചട്ടമ്പി തന്നെയാണ്, കുരുത്തക്കേടാണ്. ഇപ്പോൾ ഓണത്തിന് ഒരു 3 ദിവസം വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെയാണ് വീട്ടിൽ നിന്ന് തിരിച്ചിങ്ങ് വന്നത്. അനിയത്തിയില്ല, അനിയത്തിയുടെ വീട്ടിൽ പോയേക്കാണ്. അവൾ ഇന്ന് വരും. പിന്നെ വേറെ വിശേഷമെന്ന് പറയാൻ, ഇപ്പോൾ ലക്കിക്കുട്ട ഉറക്കമാണ്, സുഖം ഉറക്കമാണ്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള റീസൺ എന്ന് വെച്ചാൽ, ഒരുപാട് മോട്ടിവേഷനായിട്ട് യൂട്യൂബ് വീഡിയോസ് ചെയ്ത് ഏൺ ചെയ്ത് നല്ലൊരു ലെവലിലെത്തി ഒരുപാട് പേരുടെ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രമാണ് ഞാൻ ഒരു 3 months ആയിട്ടേ ഉള്ളൂ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട്. 3 months, വെറും 3 months ആയില്ല, ആവാൻ പോകുന്നതേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടി. കുറേ പേര് ലൈക്ക് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊളാബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം. അപ്പോൾ ഞാൻ വിചാരിച്ചു, മറ്റുള്ളവരെ പോലെ ആയില്ല എങ്കിലും ഒരു വിധം നമ്മളെ കൊണ്ട് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ. ഒരുപാട് പരിഹാസങ്ങൾ കേട്ടെന്ന് വെച്ചാൽ, ഞാൻ ഇത് റീൽസൊക്കെ ഇൻസ്റ്റയിൽ ഫേസ്ബുക്കിലൊക്കെ കുഞ്ഞു റീൽസ് ചെയ്ത് ഇടുമായിരുന്നു. അത് മുന്നേ ചെയ്യുമായിരുന്നു. ഇൻസ്റ്റയും ഫേസ്ബുക്കൊക്കെ തുടങ്ങിയ സമയത്തെ ഒരു കുഞ്ഞു റീൽസ് കാര്യങ്ങൾ ഫാമിലി മെമ്പേഴ്സായിട്ട്, കുട്ടികൾ, കസിൻസൊക്കെ ആയിട്ടിരുന്നു കൊണ്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊന്നും വലിയ കുഴപ്പമില്ലാതെയൊക്കെ ചുമ്മാ നമ്മളെപ്പോഴും ഒരു റീല്, അങ്ങനെയുള്ള ടിക്ടോക്ക് ആ സമയത്തൊക്കെ ഞാൻ ചെയ്തിടുമായിരുന്നു. ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയപ്പോൾ, യൂട്യൂബ് ചാനൽ തുടങ്ങി 1 വീഡിയോ 2 വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയപ്പോൾ ഒരുപാട് നെഗറ്റീവ് വരാൻ തുടങ്ങി. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നായാലും, കസിൻസിൻ്റെ ഇടയിൽ നിന്നായാലും, നമ്മുടെ നാട്ടുകാർ കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പോൾ ഒരുപാട് നെഗറ്റീവ്സ് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ആദ്യം ഞാൻ ഇവിടെ ഏട്ടനോടൊക്കെ പറഞ്ഞു, ചിത്തേട്ടാ ഇതുപോലെ എല്ലാവരും നെഗറ്റീവൊക്കെ പറയണു. അപ്പം ചിത്തേട്ടൻ പറഞ്ഞു, നീ തുടങ്ങിയതല്ലേ, നിനക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നീ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കോളണം, വേറെ ആരുടെയും വാക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അനിയത്തിക്കുണ്ട് യൂട്യൂബ്, അമ്മായിക്ക് യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ നമ്മൾ 3 പേരും കൂടെയാണ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സ്, ഇപ്പോൾ എനിക്ക് 3 months ആവാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. 3 months ആയില്ല, 2-2.5 മാസം ആവുന്നതേ ഉള്ളൂ യൂട്യൂബ് ചാനലിലോട്ട് ഞാൻ കടന്നിട്ട്. എന്നിട്ട് പോലും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് 1.53K ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമാണ്. 1K അടിച്ചപ്പോൾ തന്നെ ഈ കളിയാക്കിയവരൊക്കെ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഈ കുറച്ച് ദിവസം കൊണ്ട് ഇത്രയൊക്കെ ആയല്ലോ, അപ്പോൾ നിനക്ക് മുന്നേറാൻ പറ്റുമെന്നൊക്കെ ഈ കളിയാക്കിയവരെന്നെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ കുറച്ചും കൂടെയൊക്കെ നമ്മൾ ഇതിലോട്ട് കുറേ കൂടി ഇൻവോൾവ് ആയിട്ട് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ ഏണിങ്സ് കിട്ടിയാലോ എന്നുള്ളൊരു രീതിക്ക് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. പിന്നെ ഞാൻ കൂടുതലും ഷോർട്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെയാണ് വാച്ച് അവറിൻ്റെ കാര്യമൊക്കെ ഇതുപോലെ വന്നു. വാച്ച് അവർ 3000 ആവണം. ഇപ്പോൾ എനിക്ക് 2.2K ആയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയെങ്കിലും 3000ലേക്ക് എത്തിക്കാനുള്ളൊരു പ്രയത്നത്തിലാണ് ഇപ്പോൾ ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. പിന്നെ ഫുഡിൻ്റെ വീഡിയോ, കുക്കിംഗ് അതൊക്കെ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ചെറിയൊരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ അത് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്തിട്ട് നല്ലൊരു വീഡിയോസായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. കുക്കിംഗ് ഒക്കെ അറിയാം കേട്ടോ, ഏകദേശമുള്ള ഐറ്റംസ് ഒക്കെ പാചകം ചെയ്യാൻ അറിയാം. ഞാൻ ചെയ്ത് കൊടുക്കുന്നതും, ഞാൻ തന്നെ ചെയ്ത ഭക്ഷണം ഞാൻ തന്നെ കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റുള്ളവർ വച്ച് തരുന്നതിനെക്കാട്ടി എനിക്ക് ഞാൻ വയ്ക്കുന്ന ഭക്ഷണം ഞാൻ തന്നെ കഴിച്ച് ആസ്വദിക്കാറുണ്ട്. അതുകൊണ്ട് അവിടെ വീട്ടിൽ പോകുമ്പോൾ അമ്മ വല്ലതും ഉണ്ടാക്കാനായിട്ട് പറയുമ്പം ഞാൻ ചെയ്തതിന് ശേഷം ഇവരൊക്കെ കഴിക്കാൻ വരുമല്ലോ. കഴിക്കാൻ വരുന്ന ടൈമിൽ കറിയായാലും വേറെ എന്തെങ്കിലും ഫുഡായാലും കുറച്ചേ കാണത്തുള്ളൂ. അപ്പോൾ അമ്മയുടെ നിന്ന് വഴക്ക് കിട്ടും, എല്ലാവരും ഉള്ളതല്ലേ, അപ്പോൾ നീ നോക്കി അത് എടുക്കണ്ടേ, അങ്ങനെയൊക്കെ പറയും. അപ്പം ഞാൻ പറയും, എനിക്ക് നന്നായിട്ട് ടേസ്റ്റ് തോന്നി, അതുകൊണ്ട് ഞാൻ കഴിച്ച് എന്ന് പറയും.
കളി കൂടെയൊക്കെയാണ് അമ്മ പറയണത്. എന്നാലും തികയാതെ വരുമ്പോൾ ചിലപ്പോൾ ദേഷ്യപ്പെടും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ യൂട്യൂബിലേക്ക് വരാം. അപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ ആദ്യം വെച്ചാൽ ഒരു 100എങ്കിലും ആയെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് എന്നാണ് ഫസ്റ്റ് വിചാരിച്ചത്. ആദ്യം 2 സബ്സ്ക്രൈബേഴ്സ് വന്നപ്പോൾ ഇവിടെ അമ്മയും ശ്രീകുട്ടി എന്നെ സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ ഞാൻ ശ്രീകുട്ടിയുടെ അടുത്ത് പറയും, ഒരു നമുക്കൊരു 5 ആയെങ്കിലല്ലേ. അപ്പോൾ ഒരു പിറ്റേ ഡേ ആയപ്പോൾ അതൊരു 5 നമ്മൾ ഉദ്ദേശിച്ച് മനസ്സിൽ കരുതി വെച്ചിരുന്നത് 11. സെക്കൻഡ് ഡേ തുടങ്ങി പിറ്റേ ദിവസം 11. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, എടി നമുക്കൊരു 20 ആയെങ്കിലല്ലേ എന്ന് പറഞ്ഞ്. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ 2 ദിവസമൊക്കെ അടുപ്പിച്ചായപ്പോൾ 22 ആ ഒരു ലെവലിൽ കയറാൻ തുടങ്ങി. ഒരാഴ്ച ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ലിങ്ക് ഷെയർ ചെയ്യണമെന്നുള്ള ഒരു കാര്യം ഓർമ്മയിൽ പോയില്ല. അങ്ങനെ ഒരാളുടെ വീഡിയോ കണ്ടപ്പോഴാണ് ഇങ്ങനെ ലിങ്ക് ഷെയർ ചെയ്ത് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം എന്നുള്ളൊരു രീതി എത്തിയപ്പോൾ ഞാൻ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ തുടങ്ങി. എൻ്റെ ലിങ്കിന് ശ്രീകുട്ടി അവളുടെ ഫ്രണ്ട്സിന് അങ്ങനെ ഷെയർ ചെയ്ത് അങ്ങനെ ഒരു 222 ആ ഒരു ലെവലിലെത്തിയപ്പോൾ 222 ആ ഒരു ലെവലിലെത്തിയപ്പോഴേക്കും നമ്മൾ തമ്മിൽ 3 പേർക്കും കൂടെ പരസ്പരം എങ്ങനെ നമുക്ക് കൂട്ടാം എന്നുള്ള രീതിയിൽ കുറേ ഷോർട്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരുപാട് എന്ന് വെച്ചാൽ ലക്കി ഉറങ്ങുന്ന സമയത്ത് മാത്രമേ ഷോർട്സ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവൻ സമ്മതിക്കത്തില്ല. ഇപ്പോൾ ഉറങ്ങുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ ലക്കി ഉറങ്ങുന്ന സമയത്ത് ഞാൻ മാക്സിമം വീഡിയോസ് ഷോർട്സിൻ്റെ ഡ്രാഫ്റ്റിലിട്ട് വയ്ക്കാൻ തുടങ്ങി. പിന്നെ ഫ്രീ ആയിരിക്കുന്ന ടൈമിൽ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ 1K 2K 3K ഒക്കെ പോകും. എനിക്കിപ്പോൾ ഒരു വീഡിയോ ഒക്കെ തന്നെ 73K പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഒരു 3 months ആയില്ലല്ലോ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത്രയും ഒരു വ്യൂവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ്, ലൈക്ക്, കമൻറ്റ് അതൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ നമുക്കിവിടെ ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിൽ നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് വേറെ ആരും ഇല്ല. അപ്പോൾ ഇപ്പോൾ എവിടെയെങ്കിലും പ്രോഗ്രാമിനൊക്കെ നമ്മളിപ്പോൾ ഓണപ്പരിപാടിക്കൊക്കെ പോയപ്പോൾ എല്ലാവരും കളിയാക്കിയതാണ്. എന്നാലും പോലും ആ ഒരു ടൂണിൽ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. യൂട്യൂബേഴ്സ് വരുന്നു എന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ ഇതായിട്ട് പറയണതല്ല, എന്നാലും ഒരു സന്തോഷം ചമ്മലൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കായാലും തുടക്കക്കാരായിട്ടുള്ള നിങ്ങൾക്കാണെങ്കിലും യൂട്യൂബിനെ പറ്റിയിട്ട് ഇപ്പം എൻ്റെത് തന്നെ ഇത്രയും ഏണിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. എങ്കിൽ പോലും ഞാൻ ഇപ്പോൾ ഒരു കുഞ്ഞു കുട്ടികളുടെ വീഡിയോസ്, അല്ലെങ്കിൽ ഒരു വയസ്സായ ഒരാളുടെ വീഡിയോസ്, പിന്നെ ഇപ്പോൾ തുടക്കക്കാരായിട്ടുള്ള വീഡിയോസ് കാണുമല്ലോ, ഇപ്പോൾ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴേക്കും അപ്പം ഞാൻ അവരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പം ഞാനും വിചാരിക്കും അവരും ഒരെണ്ണമെങ്കിലും കൂടി അത്രയും നല്ലത് നമ്മളെ മൈൻഡ് ആയിരിക്കുമല്ലോ അവർക്ക് എന്നുള്ള രീതിക്ക് ഞാൻ അവരെ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് ചില കമൻസിൽ വരും ഇത് തിരിച്ചും സബ്സ്ക്രൈബ് ചെയ്യണേ, ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആൾ, അപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരെണ്ണം നമ്മളും ഇപ്പോൾ ഒന്നല്ലെങ്കിൽ 2 കിടന്നിട്ട് നമ്മളിപ്പോൾ 1000 മേളിൽ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കും ഒരു 200 കിടക്കുന്ന കൊച്ചു കുട്ടികളൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇപ്പോൾ നമ്മൾ ചെയ്തു കൊടുത്താൽ ഒരെണ്ണം അവർക്ക് കയറുമല്ലോ. അങ്ങനെ ഇപ്പോൾ അവരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെയും എൻ്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ വേറെന്താ, ഇപ്പോൾ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും ഞാൻ സ്റ്റോറീസൊക്കെ ഇടുമ്പോൾ ഒത്തിരി പേര് മെസ്സേജസൊക്കെ ഇടുന്നുണ്ട്. എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെയുണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക്. പക്ഷേ നമുക്കിപ്പോൾ വേറെ ഒന്നും പറയാറായിട്ടില്ല. ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സും വാച്ച് ടൈമും ഏകദേശം ഒരു ലെവലായാൽ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ 1000 കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റെപ്പായി. ഇനി വാച്ച് ടൈം നമുക്കിപ്പോൾ 3000 ആക്കണം. അപ്പോൾ 2.2 വരെ ആക്കി വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ നമ്മളിപ്പോൾ ആ വാച്ച് ടൈമിലുള്ള ഒരു ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വീഡിയോ 2 ദിവസം അല്ലെങ്കിൽ 3 days ലാഗായിപ്പോയാൽ വാച്ച് ടൈം കുറയും. നമ്മൾ ആക്കി വച്ചിരിക്കുന്നതിനും കുറച്ച് ബാക്ക് വരും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അങ്ങനെ നമ്മളിപ്പോൾ ചെറിയ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത്. നമുക്ക് കണ്ടൻറ്റ് റേറ്റ് ചെയ്ത് അത് ക്രിയേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഒത്തിട്ടില്ല. പിന്നെ ഇവിടെ ലക്കിക്കുട്ടന് വയ്യാതായി, പിന്നെ ഓണം ടൂറ് അതൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനും തിരിച്ച് അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടെല്ലാം ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.